ലിറ്റിൽ കൈറ്റ്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് പാഠപുസ്തകങ്ങളിൽ നിന്നും തയ്യാറാക്കിയ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങുന്ന മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, കമ്പ്യൂട്ടറിലെ താൽക്കാലിക മെമ്മറി ഏതാണ്? റോം, റാം, ഹാർഡ് ഡിസ്ക്, പെൻഡ്രൈവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. റാം ആണ് കമ്പ്യൂട്ടറിലെ താൽക്കാലിക മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി. അടുത്ത ചോദ്യം, ചിത്രങ്ങൾക്ക് ത്രിമാന സ്വഭാവം വരുത്തുന്നതിന് അതിൽ വർണ്ണം നൽകുമ്പോൾ നിഴലും വെളിച്ചവും നൽകിയാൽ മതി. കളർ പെയിൻറ് സോഫ്റ്റ്വെയറിൽ ഇതിന് ഏറ്റവും യോജിച്ചത് ഏത് ടൂളാണ്? എറേസർ ടൂൾ, പോളിഗൺ ടൂൾ, സ്പ്രേ ക്യാൻ ടൂൾ, റെക്റ്റാങ്കിൾ ടൂൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്പ്രേ ക്യാൻ ടൂളാണ് ചിത്രങ്ങൾക്ക് ത്രിമാന സ്വഭാവം നൽകുന്നതിന് കളർ പെയിൻറ് സോഫ്റ്റ്വെയറിൽ യോജിച്ച ടൂൾ. അടുത്ത ചോദ്യം, ഏത് സോഫ്റ്റ്വെയറാണ് വരയ്ക്കാനും ചിത്രങ്ങൾ പെയിൻറ് ചെയ്യാനും ഉപയോഗിക്കുന്നത്? കളർ പെയിൻറ്, ലിബ്രെ ഓഫീസ് കാൽക്ക്, ലിബ്രെ ഓഫീസ് റൈറ്റർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. കളർ പെയിൻ്റ് ആണ് ചിത്രങ്ങൾ വരയ്ക്കാനും പെയിൻറ് ചെയ്യാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ബിൽ ഗേറ്റ്സ്, സ്റ്റീവ് ജോബ്സ്, റിച്ചാർഡ് സ്റ്റാൾമാൻ, ലിനക്സ് ടോർവാൾഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. റിച്ചാർഡ് സ്റ്റാൾമാനാണ് ഫ്രീ സോഫ്റ്റ്വെയർ മൂവ്മെൻറ്റിൻ്റെ സ്ഥാപകൻ. അടുത്ത ചോദ്യം, 5ാം ക്ലാസ്സിൽ നമ്മൾ ജിയോജിബ്ര ഉപയോഗിച്ച് വരയ്ക്കാൻ പഠിച്ച ജ്യാമിതീയ രൂപം ഏതാണ്? സമചതുരം, വൃത്തം, ത്രികോണം, ലംബകം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, സമചതുരമാണ് ജിയോജിബ്ര ഉപയോഗിച്ച് വരയ്ക്കാൻ പഠിച്ച ജ്യാമിതീയ രൂപം. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഇൻപുട്ട് ഉപകരണം ഏതാണ്? മോണിറ്റർ, പ്രിൻ്റർ, സ്കാനർ, പ്രൊജക്ടർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്കാനറാണ് ഇൻപുട്ട് ഉപകരണം, ബാക്കിയെല്ലാം ഔട്ട്പുട്ട് ഉപകരണങ്ങളാണ്. കമ്പ്യൂട്ടർ എന്ന വാക്ക് OCMUPETR എന്ന് എങ്ങനെ കോഡ് ചെയ്താൽ കൈറ്റ്സ് എന്ന വാക്ക് എങ്ങനെ കോഡ് ചെയ്യും എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. IKTS എന്നാണ്. ഇതെങ്ങനെ കണ്ടുപിടിച്ച് ആദ്യത്തെ 2 അക്ഷരങ്ങൾ പരസ്പരം മാറ്റുന്നു, അടുത്ത 2 മാറ്റുന്നു, അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. അടുത്ത ചോദ്യം, സ്ക്രാച്ച് സോഫ്റ്റ്വെയറിലെ പ്രധാന കഥാപാത്രത്തെ അല്ലെങ്കിൽ ക്യാരക്ടറിനെ വിളിക്കുന്ന പേരെന്താണ്? കോസ്റ്റ്യൂം, സ്റ്റേജ്, സ്പ്രൈറ്റ്, സ്ക്രിപ്റ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. സ്പ്രൈറ്റ് ആണ്. അടുത്ത 9ാമത്തെ ചോദ്യം നോക്കാം. ഒരു സ്പ്രൈറ്റ് 90 ഡിഗ്രി തിരിയുന്നതിനായി സ്ക്രാച്ചിൽ ഉപയോഗിക്കുന്ന ബ്ലോക്ക് ഏതാണ്? മോഷൻ ബ്ലോക്ക്, ലുക്സ് ബ്ലോക്ക്, കൺട്രോൾ ബ്ലോക്ക്, സൗണ്ട് ബ്ലോക്ക്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. മോഷൻ ബ്ലോക്ക്. കഴിഞ്ഞ 2 വീഡിയോയിൽ സ്പ്രൈറ്റിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോകണം എല്ലാവരും. അടുത്ത ചോദ്യം, ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കാനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കാനുമുള്ള ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയറാണ് ജിയോജിബ്ര. ഇതാണ് ജിയോജിബ്രയുടെ ലോഗോ. മിക്കതിൻ്റെ ലോഗോ ഒന്ന് ഓർത്ത് വയ്ക്കണം. അടുത്തത്, വിക്ടേഴ്സ് എന്ന ചാനലിൻ്റെ പൂർണ്ണരൂപം എന്താണ്? വേഴ്സിറ്റൈൽ ICT എനേബിളർ റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ്, വേഴ്സിറ്റൈൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എനേബിളർ റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ്, വീഡിയോ ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, വെർച്വൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എനേബിളർ റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ്. ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. വേഴ്സിറ്റൈൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എനേബിൾഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് എന്നതാണ് വിക്ടേഴ്സ് എന്നതിൻ്റെ പൂർണ്ണരൂപം. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഏത് ജീവിയാണ്? സിംഹം, ആന, പെൻഗ്വിൻ, തിമിംഗലം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. പെൻഗ്വിനാണ്. ടെക്സ് എന്നാണ് ഈ പെൻഗ്വിൻ്റെ പേര്. ലിനക്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലോഗോയാണ് കാണുന്നത്. എല്ലാത്തിൻ്റെ ലോഗോ ഒന്ന് ഓർത്ത് വയ്ക്കണം. ജിംബ് സോഫ്റ്റ്വെയറിൽ ഇമേജ് ക്രോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? മൂവ് ടൂൾ, ടെക്സ്റ്റ് ടൂൾ, ക്രോപ്പ്, സ്കെയില്. ശരിക്കും ക്രോപ്പ് ടൂളാണ്. വിൽബർ എന്നാണ് ജിംബിൻ്റെ ലോഗോ എന്നുള്ളത് കാണുന്ന കുറുക്കൻ്റെ പേര്. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയെ ബാധിക്കുന്ന ദോഷകരമായ പ്രോഗ്രാമുകളെ തടയാൻ ഉപയോഗിക്കുന്ന സുരക്ഷാ സംവിധാനം എന്താണ്? മോണിറ്റർ, ഫയർവാൾ, ബ്രൗസർ, റൂട്ടർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഫയർവാൾ ആണ് കമ്പ്യൂട്ടർ ശൃംഖലയെ ബാധിക്കുന്ന ദോഷകരമായ പ്രോഗ്രാമുകളെ തടയുന്നത്. സ്ക്രാച്ചിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ ക്ലിക്ക് ചെയ്യേണ്ട ചിഹ്നം ഏതാണ്? ചുവപ്പ് സ്റ്റോപ്പ് ബട്ടൺ, പച്ച പതാക, ഗ്രീൻ ഫ്ലാഗ്, മഞ്ഞ നക്ഷത്രം, നീല അമ്പ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. പച്ച ഫ്ലാഗാണ്, ഗ്രീൻ ഫ്ലാഗാണ് സ്ക്രാച്ച് ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ ക്ലിക്ക് ചെയ്യേണ്ടത്. സ്ക്രാച്ചിൽ ഒരു പ്രവർത്തനം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഏത് ബ്ലോക്കാണ് ഉപയോഗിക്കുന്നത്? മൂവ് 10 സ്റ്റെപ്സ്, ഫോർഎവർ ഓർ റിപ്പീറ്റ്,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സേ ഹലോ. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഫോർ അവർ അല്ലെങ്കിൽ റിപ്പീറ്റ് എന്നുള്ള ബ്ലോക്കാണ് ആവർത്തിക്കാൻ ഉപയോഗിക്കുന്നത്. ഇവ കൺട്രോൾ ബ്ലോക്കാണ് ഉള്ളത്. കൂട്ടത്തിൽപ്പെടാത്തത് ഏതായതാണ്? ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, ഉബുണ്ടു, മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഇതിനകത്ത് കൂട്ടത്തിൽപ്പെടാത്തത് ഉബുണ്ടു ആണ്. ബാക്കിയുള്ളവയെല്ലാം വെബ് ബ്രൗസറുകളാണ്. ഉബുണ്ടു എന്നത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇന്ത്യയുടെ സ്വന്തം ഗതി നിർണ്ണയ സംവിധാനം നാവിഗേഷൻ സിസ്റ്റം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. നാവ് IC എന്നതാണ്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഇതൊരു ഉപഗ്രഹ ഗതി നിർണ്ണയ സംവിധാനമാണ്. ഇത് ആണെങ്കിൽ കൃത്യമായ സമയവും സ്ഥലവും മനസ്സിലാക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നു. ISR ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. താഴെ നൽകിയിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ 1, 3, 6, 10, 15. അപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് 21. അതായത് ആദ്യം 2 കൂട്ടി, പിന്നെ 3 കൂട്ടി, 4 കൂട്ടി, പിന്നെ അന്നേരം 15നോട് വരുമ്പോൾ 6 കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 21 ലഭിക്കുന്നു. അടുത്തത് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡ്സർഫ്, ടിം ബെർണേഴ്സ്-ലീ, ചാൾസ് ബബേജ്, അലൻ ട്യൂറിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. വിൻഡ്സർഫ് ആണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ്. വേഗത്തിൽ പഠിക്കാൻ ചില പ്രധാന ഷോർട്ട് കട്ടുകളിലൂടെ ഓർത്ത് വയ്ക്കണം. അത് കൺട്രോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് സെലക്ട് ഓൾ. കൺട്രോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൺട്രോൾ N ആണെങ്കിൽ പുതിയ വിൻഡോ ഫയൽ തുറക്കാൻ ന്യൂ. കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് കൺട്രോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് ആസ് ചെയ്യാൻ, അതായത് മറ്റൊരു പേര് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷിഫ്റ്റ് കൺട്രോൾ എസ് ഉപയോഗിക്കുന്നത്. അടുത്തത് ജിയോജിബ്ര സോഫ്റ്റ്വെയർ പോളിഗൺ വരയ്ക്കുന്നതിനുള്ള ടൂൾ ഏതാണ്? അപ്പോൾ ഇത് 4 കാണിച്ചിട്ടുണ്ട്. ഇതിലെ ഓപ്ഷൻ ഡി ആണ് ജിയോജിബ്ര സോഫ്റ്റ്വെയറിൽ പോളിഗൺ വരയ്ക്കുന്നതിനുള്ള. അടുത്ത വിക്കിപീഡിയയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. നിരന്തരമായി തിരുത്തപ്പെടുന്ന, അതായത് പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺലൈൻ വിജ്ഞാനകോശമാണ്. 2001 ജിമ്മി വെയിൽസിൻ്റെ ലാറി സാങ്കറുടെ നേതൃത്വത്തിലാണ് ഇതൊരു സൗജന്യമായി ഈ ഓൺലൈൻ എൻസൈക്ലോപീഡിയ ആരംഭിക്കുന്നത്. വിക്കി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഈ വിക്കിപീഡിയ പ്രവർത്തിക്കുന്നത്. 3 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഓൺലൈൻ വിജ്ഞാനകോശമാണ്, 2001 ലാറി സാങ്കറും ജിമ്മി വെയിൽസുമാണ്. ഇത് ഇത്രയും കാര്യങ്ങളൊന്ന് വിക്കിപീഡിയയെക്കുറിച്ച് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിൽ സമയം 3 മണി ആകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ഉത്തരം ഓപ്ഷൻ ബി ആണ്. 90 ഡിഗ്രിയാണ് വരുന്നത്. റൈറ്റ് ആംഗിൾ ആയിരിക്കും. അടുത്ത ചോദ്യം സ്റ്റെല്ലേറിയമാണ്. അപ്പം ആകാശത്തിലെ വിവിധ കാഴ്ചകളുടെ സിമുലേഷൻ തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയറാണ് സ്റ്റെല്ലേറിയം. അടുത്തത് ഭൂമിശാസ്ത്ര പഠനത്തിന് സഹായകമായ സോഫ്റ്റ്വെയർ ഏതാണ്? ജിയോഗ്രഫിയാണ് ഭൂമിശാസ്ത്ര പഠനത്തിന് സഹായകമായത്. ഇന്ത്യയിലെ IT നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഉത്തരം 2000 ഇന്ത്യയിൽ IT നിയമം നിലവിൽ വന്നത്. താഴെ പറയുന്നവയിൽ മറ്റുള്ളവയുമായി ബന്ധമില്ലാതെ കമ്പ്യൂട്ടർ മൗസ്, USB ഫ്ലാഷ് ഡ്രൈവ്, അതായത് പെൻ ഡ്രൈവ്, CD, ഹാർഡ് ഡിസ്ക്. ഇതിലൊക്കെ മറ്റുള്ളവയുമായി ബന്ധമില്ലാത്തത് എന്താണ്? കമ്പ്യൂട്ടർ മൗസാണ്. അത് ബാക്കിയുള്ളവയെല്ലാം വിവരങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വയ്ക്കുന്ന ഉപകരണമാണ്. മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ട് ഉപകരണമാണ്. ഇൻ്റർനെറ്റിലൂടെ അപരിചിതരിൽ നിന്ന് വരുന്ന ലിങ്കുകളിലോ മെസ്സേജുകളിലോ ക്ലിക്ക് ചെയ്ത് വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ടുകൾ നഷ്ടപ്പെടുന്ന ചതിക്കുഴിയെ വിളിക്കുന്ന പേര് ഹാക്കിംഗ്, ഫിഷിംഗ്, സ്പാമിംഗ്, ബ്ലോഗിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഫിഷിംഗ് ആണ്. അടുത്ത ചോദ്യം, ഒരു ചിത്രത്തിൻ്റെ വലുപ്പം കൂട്ടാനോ കുറയ്ക്കാനോ ജിംബിൽ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? മൂവ് ടൂൾ, സ്കെയിൽ ടൂൾ, റൊട്ടേറ്റ് ടൂൾ, ഫ്ലിപ്പ് ടൂൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. സ്കെയിൽ ടൂളാണ് ജിംബിൽ വലുപ്പം കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്നത്. മലയാളം ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് വ്യഞ്ജനാക്ഷരങ്ങൾ അധികവും കീബോർഡിൻ്റെ ഏതു ഭാഗത്താണ് കാണപ്പെടുന്നത്? ഇടതുഭാഗത്ത്, മുകളിൽ, വലതുഭാഗത്ത്, താഴെ. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. വലതുഭാഗത്താണ് വ്യഞ്ജനാക്ഷരങ്ങൾ അധികം കാണപ്പെടുന്നത്. മലയാളം അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീബോർഡ് ലേഔട്ടിൻ്റെ പേരെന്താണ്? ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് എന്നാണ് മലയാളം അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കീബോർഡ് ലേഔട്ട്. പെൻസിൽ 2D എന്തിനുള്ള സോഫ്റ്റ്വെയറാണ്? വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈൻ, 2D അനിമേഷൻ, ഓഡിയോ എഡിറ്റിംഗ്. റൈറ്റ് ആൻസർ എന്നാൽ 2D അനിമേഷൻ സോഫ്റ്റ്വെയറാണ് പെൻസിൽ 2D എന്നത്.
അടുത്തത് കേരളത്തിലെ സ്കൂളുകളിൽ IT അധിഷ്ഠിത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ സംവിധാനം ഏതാണ്? ഉത്തരം കൈറ്റ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ജിംബ്, റൈറ്റ്, സ്ക്രാച്ച്, ഒഡാസിറ്റി. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ജിംബാണ് ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ന്യൂ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നതാണ് ജിംബിൻ്റെ പൂർണ്ണരൂപം. സ്ക്രാച്ചിൽ റൈറ്റ് ആരോ അമർത്തുമ്പോൾ സ്പ്രൈറ്റ് വലതുവശത്തേക്ക് ചലിക്കാൻ പോയിൻറ്റിംഗ് ഡയറക്ഷൻ ഏതാണ് നൽകേണ്ടത്? 0, 180, 90, -90. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. 90 ആണ് ഡയറക്ഷൻ നൽകേണ്ടത്. ഇത് 90 എന്ന് പറഞ്ഞാൽ വലതുവശത്തേക്ക്, 0 എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്, 180 എന്ന് പറഞ്ഞാൽ താഴേക്ക്, -90 എന്ന് പറഞ്ഞാൽ ഇടതുവശത്തേക്കാണ് മൂവ് ചെയ്യുന്നത്. അടുത്ത ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ നക്ഷത്രഗണം ഏതാണെന്നാണ്? വിൻഡ്, ക്യാൻസർ, ഏരീസ്, ജെമിനി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ക്യാൻസർ. ഞണ്ടിൻ്റെ ആകൃതിയിലാണിത്. അടുത്ത് താഴെ നൽകിയിരിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ഏതാണ്? ലിബ്രെ ഓഫീസ് ഇംപ്രസ്, ലിബ്രെ ഓഫീസ് കാൽക്ക്, ലിബ്രെ ഓഫീസ് റൈറ്റർ, ലിബ്രെ ഓഫീസ് ഡ്രോ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലിബ്രെ ഓഫീസ് കാൽക്കാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. അടുത്തത് ഒരു വെർച്വൽ ഗ്ലോബ് സോഫ്റ്റ്വെയർ ആണ് മാർബിൾ. അത് ഭൂമിയുടെയും മറ്റു ഗ്രഹങ്ങളുടെയും ത്രിമാന രൂപങ്ങൾ കാണാൻ കഴിയുന്ന വെർച്വൽ ഗ്ലോബ് സോഫ്റ്റ്വെയർ ആണ് മാർബിൾ. 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ആകാശ ദൂരം കണക്കാക്കാൻ, യാത്രാ പാതകളൊക്കെ പ്ലാൻ ചെയ്യാനും ഒരു സ്ഥലത്തെ അക്ഷാംശകൾ കണ്ടെത്താനുമൊക്കെ വെർച്വൽ ഗ്ലോബ് സോഫ്റ്റ്വെയറായ മാർബിൾ ഉപയോഗിക്കുന്നു. അടുത്തത് ക്യൂബ് ലാംഗ്വേജ് ലാബിൽ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഈ കാണുന്ന ബട്ടൺ താഴെ പറയുന്ന ഏത് കാര്യത്തിനാണ് സഹായകമായിട്ടുള്ളത്? വീഡിയോ റെക്കോർഡ് ചെയ്യാൻ, ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ, വാക്കുകളിലെ ഉച്ചാരണം കേൾക്കാൻ, ഇതിനല്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓഡിയോ റെക്കോർഡ് ചെയ്യാനാണ് ഈ ബട്ടൺ ഉപയോഗിക്കുന്നത്. ലിബ്രെ ഓഫീസ് കാൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വിവരങ്ങൾ കോളങ്ങളും വരികളുമായി ക്രമീകരിക്കാനും കണക്ക് കൂട്ടലുകൾ നടത്താനും ഉപയോഗിക്കുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. MS എക്സലിന് സമാനമായതാണിത്. അടുത്ത ലിബ്രെ ഓഫീസ് റൈറ്റർ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന വേർഡ് പ്രോസസ്സർ സോഫ്റ്റ്വെയർ ആണ്. ലിബ്രെ ഓഫീസ് ഇംപ്രസ് എന്ന് പറഞ്ഞാൽ ഇത് പ്രസൻറ്റേഷനുകൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ലിബ്രെ ഓഫീസ് ഡ്രോ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്ങുകളും ഗ്രാഫിക്സുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ. അടുത്തത് ഒരു ഓൺലൈൻ മാപ്പിന് ഉദാഹരണം മോസില്ല ഫയർഫോക്സ്, ഓപ്പൺ സ്ട്രീറ്റ് മാപ്പ്, DuckDuckGo, ഗൂഗിൾ ക്രോം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്പൺ സ്ട്രീറ്റ് മാപ്പാണ് ഓൺലൈൻ മാപ്പിന് ഉദാഹരണം. ഉപയോക്താക്കൾക്ക് തങ്ങളുടെ സ്ഥാനവും യാത്രയുടെ ദിശയുമൊക്കെ നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു ഉപഗ്രഹ സംവിധാനമാണ് GPS എന്ന ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. GPS. അടുത്ത 43ാമത്തെ ചോദ്യം. ചില ഫയൽ ഫോർമാറ്റുകൾ ചുവടെ നൽകിയിരിക്കുന്നത് ക്രിറ്റയുടെ പ്രോജക്റ്റ് ഫയൽ ഏതാണ് എന്നതാണ്. ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഓപ്ഷൻ എ .kra എന്നുള്ളതാണ് ക്രിറ്റയുടെ പ്രോജക്റ്റ് ഫയൽ ഫോർമാറ്റ് എന്നത്. അത് .png എന്നത് സാധാരണ ചിത്രങ്ങൾക്കായുള്ള ഫോർമാറ്റാണ്. MP4 എന്നത് വീഡിയോ ഫയലുകൾക്കായുള്ളതാണ്. ODT എന്നത് ലിബ്രെ ഓഫീസ് റൈറ്ററിലെ ടെക്സ്റ്റ് ഫയലുകൾക്കാണ്. ഇതാണ് ക്രിറ്റയുടെ ലോഗോ. ഡിജിറ്റൽ ചിത്രരചന, ആനിമേഷൻ നിർമ്മാണം എന്നീ ആവശ്യങ്ങൾക്കുള്ള ഒരു സ്വതന്ത്ര ഗ്രാഫിക്സ് സോഫ്റ്റ്വെയറാണ് ക്രിറ്റ. ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള മികച്ച പെയിൻറ്റിംഗ് സോഫ്റ്റ്വെയറായി ക്രിറ്റ ഉപയോഗിക്കുന്നു. അടുത്തത് ചിത്രത്തിൻ്റെ അരികുകളിലെ നിറങ്ങളെ പരസ്പരം ലയിപ്പിക്കാൻ ക്രിറ്റയിൽ ഏത് ബ്രഷാണ് ഉപയോഗിക്കുന്നത്? ഡൈനാമിക്, ഫ്രീ ഹാൻഡ്, ബ്ലെൻഡർ, എഡിറ്റ് ഷേപ്പ്. ഓപ്ഷൻ സി ആണ്. ബ്ലെൻഡർ ബ്ലർ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ലിബ്രെ ഓഫീസ് ഇംപ്രസിൽ പുതിയ സ്ലൈഡുകൾ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന സങ്കേതം? എഡിറ്റ്, ആഡ് ന്യൂ സ്ലൈഡ്, ഇൻസേർട്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ന്യൂ സ്ലൈഡാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെബ് ബ്രൗസർ ഏതാണ്? യാഹൂ, ഗൂഗിൾ, ബിങ്, ഫയർഫോക്സ്. ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ലിറ്റിൽ കൈറ്റ്സിന് 3 പാർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. 3 സ്പ്രൈറ്റിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 3 പാർട്ട് വീഡിയോയും കണ്ടിട്ട് തന്നെ പോകണം. മാക്സിമം വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കൂടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.